കുവൈത്തിൽ കാർഷിക വിസയിൽ ഒരു വർഷം പൂർത്തിയാക്കിയ വിദേശികളെ തൊഴിലിടം മാറാൻ അനുവദിക്കുമെന്ന റിപ്പോർട്ട്. ഫാമിംഗ്, മത്സ്യബന്ധന സഹകരണ മേഖലയിൽ തന്നെയുള്ള മറ്റൊരു സ്പോൺസറുടെ കീഴിലേക്ക് മാത്രമാണ് മാറ്റം അനുവദിക്കുക. മാൻപവർ അതോറിറ്റി വൃത്തങ്ങളെ ഉദ്ധരിച്ച് കുവൈത്ത് ടൈംസ് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കുവൈത്തിലെത്തി 3 വർഷം പൂർത്തിയാക്കിയിരിക്കണം എന്നതാണ് നിലവിൽ വിസമാറ്റത്തിനുള്ള നിബന്ധന. ഇത് ഒരു വർഷമായി കുറക്കാൻ മാനവശേഷി വകുപ്പ് തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. ആദ്യത്തെ സ്പോൺസറുടെ അനുമതിയുണ്ടെങ്കിൽ മാത്രമാണ് കാർഷിക മേഖലയിലെ തൊഴിലാളികൾക്ക് അതേ മേഖലയിൽ പുതിയ തൊഴിലിടത്തിലേക്ക് മാറാനാകുക. സ്വകാര്യ തൊഴിൽ മേഖലയിലേക്കോ ഗാർഹിക വിസയിലേക്കോ മാറ്റം അനുവദിക്കില്ല. മത്സ്യബന്ധനം, സഹകരണം തുടങ്ങിയ മേഖലകളിലും ഒരു വർഷം പൂർത്തിയാക്കിയവർക്ക് വിസമാറ്റം അനുവദിക്കുമെന്നാണ് സൂചന. അതോടൊപ്പം സ്വകാര്യ മേഖലയിലേക്കും ഗാർഹിക മേഖലയിലേക്കും പുതുതായി എത്തുന്നവർക്ക് 3 വർഷത്തേക്ക് വിസമാറ്റം വിലക്കുന്നത് പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വ്യാജ വിസ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന ദുബായ് എമിഗ്രേഷൻ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വ്യാജ വിസ പരസ്യങ്ങളും തൊഴിൽ വാഗ്ദാനങ്ങളും മൂലം നൂറുകണക്കിന് ആളുകൾ കബളിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ വസ്തുതകൾ ഉറപ്പുവരുത്തണമെന്നും എമിഗ്രേഷൻ വിഭാഗം നിർദ്ദേശിച്ചു. അനധികൃത കമ്പനികളും വ്യക്തികളും കൈകാര്യം ചെയ്യുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെടുന്ന തൊഴിൽ പരസ്യങ്ങളിൽ വഞ്ചിതരാകുന്നവരുടെ എണ്ണം നിത്യവും വർദ്ധിക്കുകയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് ഇതുമൂലം ദുരിതത്തിലായത്. സാമൂഹിക മാധ്യമങ്ങൾക്ക് ആധികാരികത കൽപ്പിക്കുന്ന പ്രവണതയാണ് പലരും തട്ടിപ്പിലകപ്പെടാൻ പ്രധാന കാരണമെന്ന് എമിഗ്രേഷൻ വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ കലഫ് അൽ ഗൈത്ത് വ്യക്തമാക്കി. സന്ദർശകരും താമസക്കാരും തട്ടിപ്പിനിരയായവരിൽ ഉൾപ്പെടും. വ്യാജ സ്ഥാപനങ്ങളുടെ വാഗ്ദാനങ്ങൾ കുടുങ്ങിയാണ് പലർക്കും വലിയ തുക തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. സേവനങ്ങൾക്കായി അനധികൃത വിസാ സ്ഥാപനങ്ങളെ സമീപിക്കുന്നത് ഉപേക്ഷിക്കണമെന്നും എമിഗ്രേഷൻ മേധാവി ആവശ്യപ്പെട്ടു. പോയ വർഷം 584 ടൂറിസ്റ്റ് കമ്പനികൾ ഉൾപ്പെടെ ദുബൈയിലെ 10,000-ലേറെ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടന്നത്. ഇതിൽ 119 കമ്പനികൾ അനധികൃത ഇടപാടുകൾ നടത്തുന്നവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സന്ദർശക വിസയിലുള്ളവരെ ജോലിക്ക് വെക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എമിഗ്രേഷൻ മേധാവി വ്യക്തമാക്കി. മീഡിയ 1, ദുബൈ. ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം നാളെ തുടങ്ങാനിരിക്കെ സീറ്റിനായി രക്ഷിതാക്കളുടെ നെട്ടോട്ടം. 500-ലേറെ വിദ്യാർത്ഥികളാണ് ഇപ്പോഴും പ്രവേശനം ലഭിക്കാതെ പുറത്തിരിക്കുന്നത്. ഖത്തറിൽ പ്രവാസി വിദ്യാർത്ഥികളുടെ സീറ്റ് അപര്യാപ്തത പ്രശ്നത്തിന് ഇത്തവണയും പരിഹാരമായില്ല. വാർഷിക പരീക്ഷ കഴിഞ്ഞ് നാളെ സ്കൂളുകൾ തുറക്കാനിരിക്കെ 500-ലധികം വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും സീറ്റ് ലഭിച്ചിട്ടില്ല. സീറ്റ് പ്രശ്നത്തിൽ പരിഹാരം കാണാനായി 4 ഇന്ത്യൻ സ്കൂളുകളിൽ ഈവനിംഗ് ബാച്ച് അനുവദിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നുവെങ്കിലും വിവിധ കാരണങ്ങളാൽ പിന്നീട് നിർത്തിവെച്ചു. ഇതോടെ ഈവനിംഗ് ബാച്ചിൽ രജിസ്റ്റർ ചെയ്തവരുടെ പ്രവേശനം വീണ്ടും പ്രതിസന്ധിയിലായി. വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ചർച്ച ചെയ്ത് ഉടൻ ഇക്കാര്യത്തിൽ പരിഹാരം കാണുമെന്ന് എംബസി അറിയിച്ചിട്ടുണ്ട്. എംബസി അധികൃതർക്ക് പുറമെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനും രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. 3-4 സ്കൂളുകളിലെങ്കിലും 10 മുതൽ 20% അധിക സീറ്റ് അനുവദിച്ചാൽ പുറത്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കാനാകുമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. വാർഷിക പരീക്ഷ കഴിഞ്ഞ 14 ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നാളെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് നാളെ സ്കൂളിലെത്തുക. 10ാം ക്ലാസ്, +2 വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ ക്ലാസുകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ MES ഇന്ത്യൻ സ്കൂളിൽ ഏപ്രിൽ 3-നാണ് ക്ലാസ് തുടങ്ങുക. മീഡിയ 1, ദോഹ. വിവിധ രാജ്യങ്ങളിൽ ഖത്തർ ആരംഭിച്ച വിസ സേവന കേന്ദ്രങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ സിം ലഭിക്കും. ഇങ്ങനെ നൽകുന്ന മൊബൈൽ നമ്പർ തൊഴിൽ കരാർ രേഖയിൽ ഉൾപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഖത്തറിലേക്ക് ജോലി നോക്കുന്ന പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന തീരുമാനമാണ് വിസ സേവന കേന്ദ്ര വിഭാഗം കൈക്കൊണ്ടത്. വിവിധ രാജ്യങ്ങളിൽ തുടങ്ങിയതും തുടങ്ങാനിരിക്കുന്നതുമായ വിസ സേവന കേന്ദ്രങ്ങളിലെത്തി തൊഴിൽ വിസ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നവർക്ക് അവിടെ വെച്ച് തന്നെ സൗജന്യ സിം കാർഡും ലഭ്യമാക്കും. 30 ഖത്തർ റിയാൽ ബാലൻസ് ഉള്ള സിം ഖത്തറിലേക്കുള്ള യാത്രയിലും തുടർന്നും ഉപയോഗിക്കാവുന്നതാണ്. ഓരോരുത്തർക്കും നൽകുന്ന മൊബൈൽ നമ്പർ അവരവരുടെ തൊഴിൽ കരാർ രേഖകളിൽ ചേർക്കപ്പെടുകയും ചെയ്യും. നിലവിൽ ഖത്തറിലെത്തി സ്വന്തമായി സിം കാർഡ് എടുക്കണമെങ്കിൽ വിവിധ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം പുതിയ നടപടിയിലൂടെ ഒഴിവാക്കാനാകും. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിലാണിപ്പോൾ ഖത്തർ വിസ സേവന കേന്ദ്രങ്ങൾ തുറക്കുന്നത്. ഇന്ത്യയിൽ തുറക്കുന്ന 7-എണ്ണത്തിൽ 2 കഴിഞ്ഞ ദിവസം ഡൽഹിയിലും മുംബൈയിലുമായി പ്രവർത്തനം തുടങ്ങിയിരുന്നു. കൊച്ചി ഉൾപ്പെടെ ബാക്കിയുള്ളവ ഈ മാസത്തോടെ പ്രവർത്തനം തുടങ്ങും. മീഡിയ 1, ദോഹ. വിദേശ രാജ്യങ്ങളിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് മികച്ച സൗകര്യമൊരുക്കി ഫറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഫോസോയുടെ UAE ചാപ്റ്റർ. വിദേശ രാജ്യങ്ങളിൽ +1 പഠനം തുടരാൻ കഴിയാതെ പോകുന്ന പ്രവാസി വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് സംരംഭം.
ഗൾഫിൽ നിന്ന് കുട്ടികളെ നാട്ടിലയക്കേണ്ടി വരികയും അവിടെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഭ്യമാകാതെയും വരുന്ന അവസ്ഥയിൽ രക്ഷിതാക്കളുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഫോസ UAE ചാപ്റ്റർ ഈ വേറിട്ട സംരംഭം ആവിഷ്കരിച്ചത്. ഫാറൂഖ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് അഥവാ ഫോഡറ്റ് എന്ന പേരിലായിരിക്കും ഈ സംവിധാനം. ഫാറൂഖ് കോളേജ് കേന്ദ്രമായി തന്നെയാണ് ഫോഡറ്റിന്റെ പ്രവർത്തനവും. അവർക്ക് ഹോസ്റ്റൽ സൗകര്യം, ഭക്ഷണ സൗകര്യം, മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുള്ള ട്രെയിനിങ്, സ്പോർട്സ്, ആർട്സ്, ഇതൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്തത്. ഗൾഫിൽ സ്കൂൾ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടും സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പ്രവേശന മത്സര പരീക്ഷകൾക്ക് കോച്ചിംഗ് സൗകര്യവും ഇതിന്റെ ഭാഗം തന്നെയാണ്. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള കരിക്കുലമാണ് ഫോഡറ്റിന്റെ മറ്റൊരു പ്രത്യേകതയെന്നും ഫോസ UAE ചാപ്റ്റർ സാരഥികൾ അറിയിച്ചു. മീഡിയ 1 ദുബൈ. അബുദാബി സലാം സ്ട്രീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റിൽ റോഡ് വീതി കൂട്ടാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. റോഡിൽ ഒരു പാത കൂടി നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തിയാണ് തുടങ്ങിയതെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നതുമൂലം ഒക്ടോബർ 1 വരെ റോഡ് ഭാഗികമായി അടച്ചു. സമീപത്തെ നിരവധി കാർ പാർക്കിംഗ് സ്ഥലങ്ങളും അടച്ചിട്ടുണ്ട്. UAEയിലെ നാട്ടിക സ്വദേശികളുടെ പ്രവാസി കൂട്ടായ്മയായ നെക്സസ് ഫുജേറ കൽബയിൽ കാർണിവൽ സംഘടിപ്പിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബിൽ നടന്ന കാർണിവലിൽ 100 കണക്കിന് കുടുംബങ്ങൾ പങ്കെടുത്തു. നാടുനീങ്ങിയ നിരവധി ഗ്രാമീണ കളികളുടെ ഓർമ്മകൾ തിരിച്ചുപിടിക്കുന്നതായിരുന്നു തൃശൂർ നാട്ടിക സ്വദേശികൾ സംഘടിപ്പിച്ച കാർണിവൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി വിവിധ കളികൾ അരങ്ങേറി. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ തുടങ്ങിയ കായിക മത്സരങ്ങളും ആവേശം പടർത്തി. മത്സര ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗാനമേളയും കലാപരിപാടികളും അരങ്ങേറി. നെക്സാസ് സാരഥികളായ സജ്ജാദ്, രാജു, സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 കൽബ. ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 1.5 ദിവസം വൈകിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ഞായറാഴ്ച ഉച്ചയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇന്ന് രാത്രി 8:30യോടെയാണ് ദോഹയിൽ നിന്ന് പുറപ്പെട്ടത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:45-നാണ് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ദോഹയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്നത്. യാത്രക്കാർ വിമാനത്തിൽ കയറിയിരുന്ന് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് യന്ത്രത്തകരാറ് മൂലം വിമാനം ഇന്ന് പുറപ്പെടില്ലെന്ന വിവരം നൽകിയത്. 3.5 മണിക്കൂർ 4 മണിക്കൂറിന് ശേഷമാണ് അവർ നമ്മളോട് പറയണത് ഫ്ലൈറ്റ് കംപ്ലൈൻ്റ് ആണ്, നിങ്ങൾ ഹോട്ടലിലോട്ട് ചേഞ്ച് ചെയ്യാം, നിങ്ങൾ റിട്ടേൺ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബസ്സിൽ കയറ്റിയിട്ട് ഞങ്ങൾ വിട്ടത് എയർപോർട്ടിനുള്ളിലോട്ടാണ്. ഇന്ന് ഈവനിങ് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തരും എന്നുള്ള പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോട്ടലിലോട്ട് തിരിച്ചു വിട്ടത്. ഹോട്ടലിൽ യാത്രക്കാർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും പിന്നീട് എപ്പോൾ യാത്ര തുടരുമെന്ന കാര്യത്തിൽ വ്യക്തത നൽകാത്തത് ആശങ്കയ്ക്കിടയാക്കി. പിന്നെ എന്തൊരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിലേ ആകുകയാണെങ്കിലും അതിൻ്റെ ഇൻഫർമേഷൻ കസ്റ്റമർക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വേണ്ട ഒരു വിഷയം. ഒരു ഇൻഫർമേഷനും ഒരു സംഗതിയും നേരായ രീതിയിൽ കസ്റ്റമർക്ക് കൊടുത്തിട്ടേ ഇല്ല. ഈ വിസിറ്റിന് വന്ന ആൾക്കാർക്ക് വീണ്ടും പുറത്തു വരാൻ പറ്റില്ല. അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ അവസാനിപ്പിച്ച് അവരിവിടെ വരുമ്പോൾ ഹോട്ടലിൽ വരുമ്പം ഏകദേശം രാത്രി 10 മണിയായിരുന്നു. എല്ലാ സ്ത്രീകളും കുട്ടികളും അവശരായ 1-2 വീൽ ചെയറിലുള്ള യാത്രക്കാരുണ്ടായിരുന്നു. അവരൊക്കെ വളരെ അവശരായിരുന്നു. ഇതിനിടെ പെട്ടെന്ന് നാട്ടിലെത്തേണ്ടിയിരുന്നവരിൽ ചിലർ മറ്റു വാഹനങ്ങളിൽ കയറി യാത്ര തിരിച്ചു. ഇന്നലെ പോകേണ്ടതായിരുന്നു, പക്ഷെ മോൾക്ക് ഇതൊക്കെ ഉള്ളത് മിസ്സാവുകയൊക്കെ ചെയ്തു. വേറെ ടിക്കറ്റ് എടുത്തിട്ട് വിടുകയാണ്. റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇന്ന് രാത്രിയോടെ വിമാനം പുറപ്പെടുമെന്ന വിവരം യാത്രക്കാരിൽ ചിലരെ എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. പിന്നീട് രാത്രി 8 മണിയോടെ യാത്രക്കാരെ എയർപോർട്ടിലേക്ക് മാറ്റുകയും 8:30യോടെ വിമാനം പുറപ്പെടുകയും ചെയ്തു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 200-നടുത്ത് യാത്രക്കാരാണ് അടുത്തുള്ള ഹോട്ടലിൽ 1.5 ദിവസം കുടുങ്ങിക്കിടന്നത്. ഇതിൽ ഒരാഴ്ചത്തെ മാത്രം ലീവിനായി നാട്ടിലേക്ക് പോകുന്നവരും ഉണ്ടായിരുന്നു. ദോഹയിൽ നിന്നും PC സൈഫുദ്ദീൻ, മീഡിയ 1. മൃഗങ്ങളിൽ അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈറ്റ് മൃഗശാല താൽക്കാലികമായി അടച്ചു. എല്ലാ ജീവികളും രോഗമുക്തമാണെന്ന് ഉറപ്പാക്കിയ ശേഷം വീണ്ടും സന്ദർശകർക്ക് വേണ്ടി തുറന്നുകൊടുക്കുന്ന കാര്യം തീരുമാനിക്കുമെന്ന് മൃഗശാല ഡയറക്ടർ നാസർ അൽ അതിയ പറഞ്ഞു. രോഗബാധയെ തുടർന്ന് 18ഓളം ജീവികളെ കൊന്നൊടുക്കിയതായും മൃഗശാല ഡയറക്ടർ അറിയിച്ചു. ഒമരിയിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയിൽ അണുബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ സന്ദർശകർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. സംശയമുള്ള മൃഗങ്ങളുടെ രക്തസാമ്പിളുകൾ പ്രത്യേക ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്നാണ് അണുബാധ സ്ഥിരീകരിക്കപ്പെട്ട 18ഓളം ജന്തുക്കളെ കൊന്നൊടുക്കിയത്. മാനുകൾ പോലുള്ള സസ്യബുക്കുകളായ ജീവികളിലാണ് രോഗം കണ്ടെത്തിയത്. നേരിട്ടുള്ള ഇടപഴക്കത്തിലൂടെയല്ലാതെ രോഗം ജനങ്ങളിലേക്ക് പകരുകയില്ലെന്നും ജനവാസ മേഖലയിലാണ് മൃഗശാല എന്നതുകൊണ്ട് ആശങ്ക വേണ്ടെന്നും മൃഗശാല ഡയറക്ടർ നാസർ അൽ അതിയ പറഞ്ഞു. എല്ലാ ജീവികളും രോഗമുക്തമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മൃഗശാല വീണ്ടും സന്ദർശകർക്ക് വേണ്ടി തുറന്നുകൊടുക്കുന്ന കാര്യം തീരുമാനിക്കൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി.
കുവൈത്തിൽ ചില പ്രധാന റോഡുകൾ അറ്റകുറ്റപ്പണി കാരണം ചൊവ്വാഴ്ച മുതൽ ഭാഗികമായി അടച്ചിടുമെന്ന് ഗതാഗത വകുപ്പ്. ഒരു സമയത്ത് ഒരു ലൈൻ മാത്രമാണ് അടയ്ക്കുക. പ്രവൃത്തി ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെയും വാരാന്ത്യ അവധി ദിവസങ്ങളിൽ അർദ്ധരാത്രി മുതൽ ഉച്ചയ്ക്ക് 12 വരെയുമാണ് നിയന്ത്രണം. ഫസ്റ്റ് റിംഗ് റോഡ്, ഫോർത്ത് റിംഗ് റോഡ്, ദോഹ മോട്ടോർ വേ, കിങ് ഫഹദ് എക്സ്പ്രസ് വേയുടെ ഫസ്റ്റ് റിംഗ് മുതൽ ബയാൻ പാലസ് വരെയുള്ള ഭാഗം എന്നിവിടങ്ങളിലാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ജിദ്ദ നവോദയ കുടുംബവേദി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡോക്ടർ നിഷ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബാലവേദി കുട്ടികൾ അവതരിപ്പിച്ച വിവിധ വിനോദ പരിപാടികൾ അരങ്ങേറി. കുട്ടികളുടെ ദന്ത സംരക്ഷണത്തെക്കുറിച്ച് ഇബ്നു സീന മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കവിത ക്ലാസ് എടുത്തു. സലീന മുസഫിർ, റജിയ വീരാൻ, ജുമൈല അബു, സൈറ ടിറ്റോ, ഷഹീബ ബിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കടൽവെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്നതിനായി സൗദി അറേബ്യ വമ്പൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു. രാജ്യത്ത് പുതുതായി 2 പ്ലാന്റുകൾ ആരംഭിക്കാനാണ് കരാർ. കുടിവെള്ളക്ഷാമം നേരിടുന്നതിനും വർദ്ധിച്ചുവരുന്ന ജല ഉപഭോഗത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന്റെയും ഭാഗമായാണ് പുതിയ പ്ലാന്റുകൾ നിർമ്മിക്കുന്നത്. കടൽവെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും യന്ത്രങ്ങളും സ്ഥാപിക്കുന്നതിനാണ് പുതിയ കരാർ. അമേരിക്കൻ കമ്പനിയായ എനർജി റിക്കവറിക്കാണ് $9 മില്യൺ കരാർ നൽകിയിരിക്കുന്നത്. ഈ വർഷം പകുതിയോടെ ആദ്യഘട്ടം പണി പൂർത്തിയാക്കാനാണ് പദ്ധതി. കുറഞ്ഞ ഊർജ്ജ ഉപഭോഗത്തിൽ പ്രവർത്തിപ്പിക്കാവുന്നതും നവീന സാങ്കേതിക വിദ്യയോട് കൂടിയതുമായിരിക്കും പുതിയ പ്ലാന്റുകൾ. പ്ലാന്റ് സജ്ജമാകുന്നതോടെ ദിനേന 3,80,000 ക്യൂബിക് മീറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ സാധിക്കും. ഈ വർഷം ഇത് 2ാമത്തെ കടൽവെള്ള ശുദ്ധീകരണ പദ്ധതിക്കാണ് രാജ്യം തുടക്കം കുറിക്കുന്നത്. UAE ആസ്ഥാനമായ മറ്റൊരു കമ്പനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിർമ്മാണ കരാർ നൽകിയിട്ടുണ്ട്. മീഡിയ 1 ദമാം. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അനുഭവപ്പെട്ട കനത്ത പൊടിക്കാറ്റ് ജനജീവിതത്തെ ബാധിച്ചു. റോഡുകളിൽ വാഹനമോടിക്കാനും ബുദ്ധിമുട്ടുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അന്തരീക്ഷം മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു. റോഡിൽ കാഴ്ച വളരെ കുറവായതിനാൽ ഡ്രൈവർമാർ ജാഗ്രത പുലർത്തണമെന്ന് ഗതാഗത മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഒമാനിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മലയാളി മരിച്ചു. കണ്ണൂർ സ്വദേശി പുത്തൻപുരയിൽ മുഹമ്മദ് സാജിദാണ് മരിച്ചത്. ലോറി ഡ്രൈവറായ കണ്ണൂർ കണ്ണാടിപ്പറമ്പ് സ്വദേശി പ്രദീപൻ പരിക്കുകളോടെ ഇബ്ര ആശുപത്രിയിൽ ചികിത്സയിലാണ്. മസ്കത്തിൽ നിന്ന് 300 കിലോമീറ്ററോളം ദൂരെ മഹൂത്തിനടുത്ത് ഇന്നലെ പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഒമാനിലെ ബുറൈമയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. മലപ്പുറം രാങ്ങാട്ടൂർ സ്വദേശി സൈദലവിയാണ് മരിച്ചത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സൈദലവിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകുന്നേരത്തോടെ മരണം സംഭവിച്ചു. സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ശക്തമായ പൊടിക്കാറ്റ്. ഇന്ന് ഉച്ച മുതൽ ആരംഭിച്ച പൊടിക്കാറ്റ് ജനജീവിതത്തെ ദുസ്സഹമാക്കി. പ്രവിശ്യയിൽ കുറച്ച് ദിവസങ്ങളായി മഴ തുടരുന്നതിനിടെയാണ് ശക്തമായ പൊടിക്കാറ്റുമെത്തിയത്. ദൂരക്കാഴ്ച വളരെ കുറഞ്ഞതിനാൽ റോഡുകളിൽ അപകട സാധ്യത കൂടുതലായിരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രവിശ്യയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റാണ് അനുഭവപ്പെട്ടത്. ദമാം, അൽക്കോബാർ, ജുബൈൽ, ഹുഫൂഫ്, ഹഫറൽ ബാത്തിൻ, നാരിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റ് ആഞ്ഞുവീശി. വീശിയടിച്ച പൊടിക്കാറ്റിൽ കാഴ്ച തടസ്സപ്പെട്ട് പലയിടത്തും വാഹന അപകടങ്ങളുമുണ്ടായി. പൊടിക്കാറ്റ് പുറം തൊഴിൽ ചെയ്യുന്നവരെയും യാത്രക്കാരെയുമാണ് ഏറെ വലച്ചത്. വാഹനം ഓടിക്കുന്നവർ കൃത്യമായ അകലം പാലിച്ചും സുരക്ഷ ഉറപ്പാക്കിയും മാത്രമേ ഡ്രൈവ് ചെയ്യാവൂ എന്ന് ട്രാഫിക് സിവിൽ ഡിഫൻസ് അധികൃതർ നിർദ്ദേശിച്ചു. ദിവസങ്ങളായി തുടരുന്ന മഴയ്ക്ക് ശേഷമാണ് പൊടിക്കാറ്റെത്തിയത്. ഇത് വരും ദിനങ്ങളിൽ ചൂട് വർദ്ധിക്കാൻ ഇടയാക്കും. മീഡിയ 1 ദമാം. ദമാം അൽഖോബാർ യുണൈറ്റഡ് FC സെവൻസ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നു. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ചാണ് മേള. ക്ലബിന്റെ ദശവാർഷിക പരിപാടികളുടെ സമാപനമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുക. ഡിഫക്ക് കീഴിലുള്ള 21 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. മലബാറിലെ സെവൻസ് ഗ്രാമങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ആ വീറും വാശിയും തീർച്ചയായും പ്രതിഫലിക്കപ്പെടുന്ന ഒരു മത്സരം തന്നെയായിരിക്കും Z5 സ്റ്റേഡിയത്തിൽ നിന്ന് അവിടെ എത്തുന്ന കാണികൾക്ക് ഞങ്ങൾ സമ്മാനിക്കുക. അതോടൊപ്പം തന്നെ ടൂർണമെന്റിൽ മികച്ച താരങ്ങളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ടൂർണമെന്റ് 4 ആഴ്ചകളിലായി തുടരും. ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ അബ്ദുസലാം കണ്ണിയൻ, സജീർ പട്ടാമ്പി, ഷംസീർ കണ്ണൂർ, ആഷി നെല്ലിക്കുന്ന്, മുജീബ് കളത്തിൽ, ഷബീർ ആക്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദമാം.